നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 19, 20 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 20 വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇടിമിന്നൽ അപകടകാരികളാണ്. കാർമേഘം കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ കന്യാകുമാരി തീരത്ത് 0.8 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വെള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കർണാടകയുടെ തീരപ്രദേശത്തോട് ചേർന്നുള്ള അറബിക്കടലിലേക്ക് ആയി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഇനി ആ സിസ്റ്റം ഇപ്പോൾ വെൽമാർക്ക് ലോ പ്രഷർ ഏരിയയാണ്. അത് ആ സിസ്റ്റം ഇനി പടിഞ്ഞാറത്തേക്ക് വടക്ക് പടിഞ്ഞാറായിട്ടേക്ക് മൂവ് ചെയ്ത് കേരളത്തിൽ നിന്ന് ദൂരേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഇനി ഒരു ഇൻറ്റൻസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയൊക്കെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം നമ്മുടെ കേരള തീരത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറേക്ക് മാറുന്നതോടുകൂടി ഇപ്പോൾ ഉള്ള ഈ മഴയുടെ സാഹചര്യം, അതായത് നമ്മൾ വടക്കൻ കേരളത്തിൽ 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കൊടുത്തിട്ടുണ്ട്, കാസർഗോഡും കണ്ണൂരും. അപ്പോൾ അവിടെയുള്ള മഴ ഏകദേശം ഉച്ചയോടുകൂടി മഴയുടെ കാഠിന്യം വളരെ കുറയുന്നതായിരിക്കും. അതോടുകൂടി അവിടെ മഴയ്ക്കും കാര്യമായിട്ടുള്ള ശമനം ഉണ്ടാകും. അതാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം. പിന്നെ ഇന്നലെയും മിനിയാന്നുമായി നമ്മളുടെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ ആയിട്ട് എല്ലാ ജില്ലകളിലും നല്ലപോലെ മഴ പെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൗണ്ട് ഇമ്പാക്റ്റ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇന്ന്, അതായത് 2 ദിവസം അടുപ്പിച്ച് നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം കയറുക, വെള്ളക്കെട്ടുണ്ടാവുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇന്ന് അവധി പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുള്ളത്. അപ്പം മിക്കവാറും എല്ലാ ജില്ലകളിലെയും വടക്ക് 2 ജില്ലകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലെയും മഴയെ പറ്റിയുള്ള ആശങ്ക ഒഴിവായിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇന്നിപ്പോൾ ഇത്രയും മഴയെല്ലാം പെയ്ത് നമുക്ക് അന്തരീക്ഷ നീരാവി ധാരാളമുണ്ട്. മഴ കഴിഞ്ഞ് മാനം തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇടിയോടുകൂടിയുള്ളൊരു മഴയ്ക്കുള്ളൊരു സാഹചര്യം എന്നാലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചതൊരു ആശങ്കാജനകമായ സ്ഥിതി വിശേഷമല്ല. ഒരു സാധാരണ മഴയായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്.